തൊടുപുഴയുടെ ചരിത്രം തേടിയുള്ള യാത്ര തുടരുകയാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് നകുലൻ തൻ്റെ പിതാവിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാനായി പ്രാർത്ഥിക്കാൻ അനുയോജ്യമായൊരു സ്ഥലം തേടി യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രാമധ്യേ ഒരു വനത്തിൽ വെച്ച് ദിവ്യ തേജസ്സുള്ള ഒരു മുനിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണശിലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു. അന്ന് നകുലൻ സ്ഥാപിച്ച ആ ക്ഷേത്രമാണ് ഏകദേശം 5000 വർഷത്തിലധികം പഴക്കമുള്ള തൊടുപുഴ ഇടവെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാനിൽ ധന്വന്തരി ഭാഗവും കലർന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ രോഗശമനത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായ ചടങ്ങാണ് കർക്കിടക മാസത്തിൽ നടത്തുന്ന ഔഷധ സേവ. ഒരു നേരം ഈ ഔഷധം സേവിക്കുന്നത് ഒരു വർഷം മുഴുവനും സർവ്വരോഗങ്ങൾക്കും ശമനം നൽകുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇടവെട്ടി ഭഗവാന് ഉപദേവതകളായി ഗണപതി, പരമശിവൻ, ദുർഗാ ഭഗവതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകൾ അനുവദിച്ചിട്ടുണ്ട്. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ പലതവണ ദക്ഷിണേന്ത്യയിൽ താമസിക്കുകയുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് അവർ ഇന്നത്തെ തൊടുപുഴ പട്ടണത്തിന്റെ പരിസരങ്ങളിൽ വരികയും തമ്പടിക്കുകയും ഉണ്ടായി. അന്ന് അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഷ്ണു വിഗ്രഹങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ പൂജിച്ചിരുന്ന വിഗ്രഹം തൊടുപുഴയിലും, രണ്ടാമനായ ഭീമസേനൻ പൂജിച്ചിരുന്ന വിഗ്രഹം കോലാനിയിലും, മൂന്നാമനായ അർജുനൻ പൂജിച്ചിരുന്ന വിഗ്രഹം മുട്ടത്തും, നാലാമനായ നകുലൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇടവെട്ടിയിലും, അഞ്ചാമനായ സഹദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹം പെരുമ്പള്ളിച്ചിറയിലും പ്രതിഷ്ഠിച്ചു. ഇവയിൽ ആദ്യത്തെ 3 വിഗ്രഹങ്ങളും കിഴക്കോട്ടും അവസാനത്തെ 2 വിഗ്രഹങ്ങളും പടിഞ്ഞാറോട്ടും ദർശനം കൊടുത്താണ് പ്രതിഷ്ഠിച്ചത്. 5 പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ മഹാവിഷ്ണു തന്നെയാണ്. എന്നാൽ പാണ്ഡവർ പ്രതിഷ്ഠിച്ചത് കൊണ്ടാവണം എല്ലാം ശ്രീകൃഷ്ണ സങ്കല്പത്തിലുമായി.